ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്, റീസൺ ഫോർ ദ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന സമയത്ത് അല്ലേ, അത് ഒരു താഴത്തേക്ക് സ്ലോപ്പ് ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺ ആയിട്ട് വരയ്ക്കാനോ അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരാനുള്ള കാരണം എന്തൊക്കെയാണ്, അതിനെ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എ ഡിമാൻഡ് കർവ് ജനറലി സ്ലോപ്സ് ഡൗൺസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എപ്പോഴും ഡിമാൻഡ് കർവ് സ്ലോപ്പായിട്ട് കാണാം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് അത് സ്ലോപ്പായിട്ട് കാണുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ഡിമാൻഡ് കർവ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. ഇത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് വെച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കർവ് സ്ലോപ്പ് ഡൗൺ ആയ കാരണം ഇതൊരു നെഗറ്റീവ് സ്ലോപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദർ ആർ സർട്ടൻ റീസൺ ബിഹൈൻഡ് ദിസ്. ഇത് ഇങ്ങനെ ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആവാനുള്ള കാരണം ഒരുപാട് റീസൺസ് ഉണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫോഴ്സസ് ഓർ റീസൺ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺ ആയിട്ടിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൽ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ഓഫ് എക്കണോമിക്സ് ആണ് ഈ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതെന്താ നോക്കാം. ലോ ഓഫ് ഡിമാൻഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. സാധാരണഗതിയിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡ് നിയമം, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എപ്പോഴും പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഭയങ്കര ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് താഴത്തേക്ക് വരുന്നു, ക്വാണ്ടിറ്റി കൂടുതലുള്ള സമയത്ത് പ്രൈസ് കുറയുന്നു എന്നുള്ള രീതിയിലാണ് ലോ ഓഫ് ഡിമാൻഡ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. Law of diminishing marginal utility states that when a consumer consumes more of a commodity, every additional unit of that commodity will give him less satisfaction. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞ ഈ ഒരു നിയമത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റ് എ ടൈം ഓരോ യൂണിറ്റ് ഒന്നിൽ കൂടുതൽ യൂണിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൺസ്യൂം ചെയ്ത യൂണിറ്റിനേക്കാൾ യൂട്ടിലിറ്റി നമുക്ക് ലാസ്റ്റ് ഓരോ ടൈമും നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് യൂട്ടിലിറ്റി അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട്. ഓക്കെ, ദെൻ therefore the consumer will buy more only at a lower price. അപ്പോൾ കൺസ്യൂമർ എപ്പോഴും ലോവർ പ്രൈസിലാണ് കൂടുതൽ വാങ്ങുക. ഇഫ് ദ പ്രൈസ് ഈസ് ഹയർ ഹി വിൽ റെസ്ട്രിക്ട്സ് ഇറ്റ്സ് കൺസംഷൻ. അപ്പോൾ എന്താണ്, പ്രൈസ് കൂടുതലാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൺസംഷൻ റെസ്ട്രിക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഫോർ ദിസ് റീസൺ ദ ഡിമാൻഡ് ഓഫ് എ കൊമോഡിറ്റി ഇൻക്രീസസ് അറ്റ് എ ലോവർ പ്രൈസ് ആൻഡ് ഡിക്രീസസ് അറ്റ് എ ഹയർ പ്രൈസ്. അപ്പോൾ ഈ റീസൺ കാരണമാണ് ഒരു കൊമോഡിറ്റിയുടെ ഡിമാൻഡ് ലോവർ പ്രൈസസിൽ ഇൻക്രീസ് ചെയ്യുന്നതും ഹയർ പ്രൈസസിൽ ഡിക്രീസ് ചെയ്യുന്നതും. ദാറ്റ് ഈസ് വൈ ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്. അത് കാരണമാണ് ഡിമാൻഡ് കർവ് താഴത്തേക്ക് സ്ലോപ്പ് ഡൗൺ ചെയ്ത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ബിക്കോസ് ഓഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഓൾസോ സ്ലോപ്സ് ഡൗൺവേർഡ്സ്. വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം, മാർജിനൽ യൂട്ടിലിറ്റി കർവ് താഴത്തേക്ക് സ്ലോപ്പ് ഡൗൺ ചെയ്യുക കാരണമാണ് ഈ പറഞ്ഞ ഡിമാൻഡ് കർവും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലോപ്പ് ഡൗൺ ചെയ്ത് നെഗറ്റീവായിട്ടുള്ള ഒരു മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് ഇൻകം എഫക്റ്റ് ആണ്. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി ഫോൾസ് ദ റിയൽ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ എന്താ പറയുന്നത്, ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി ഫോൾസ്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് താഴെ വരികയാണെന്ന് വെച്ചാൽ ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. സാധാരണഗതിയിൽ കൺസ്യൂമറിൻ്റെ ഇൻകം കൂടും അല്ലേ. ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളാണെന്ന് വെച്ചാൽ കുറഞ്ഞ പ്രൈസിന് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം കൂടും. അതേപോലെ നേരെ തിരിച്ചു അല്ലേ, പ്രൈസ് കൂടുകയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇൻകം കുറയും.
ആസ് എ റിസൾട്ട് ഹി ക്യാൻ ബൈ മോർ ഓഫ് കമോഡിറ്റി വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് മണി. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ഇൻകം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് പ്രൈസ് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് അറ്റ് എ ടൈം ഒരുപാട് ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും, കയ്യിലുള്ള ക്യാഷ് കൊണ്ട്. ദസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ഓൺ എ ഫോൾ ഇൻ പ്രൈസ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും എപ്പോൾ, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത്. ഇഫ് ദ പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി റൈസസ് ദ ഓപ്പോസിറ്റ് ഹാപ്പൻ. അപ്പം നേരെ റിവേഴ്സാണ് ഇൻകം, പ്രൈസ് കൂടുമ്പോൾ ഇൻകത്തിൽ ഹാപ്പൻ ചെയ്യുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഇൻകം എഫക്റ്റ്. ഇതിനെ പറയുന്ന പേരാണ് ഇൻകം എഫക്റ്റ് എന്നുള്ളത്. ഓക്കെ, ദസ് ചേഞ്ച് ഇൻ കൺസംഷൻ ഓഫ് എ ഗുഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ റിയൽ ഇൻകം ഈസ് നോൺ ആസ് ഇൻകം എഫക്റ്റ്. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാനുള്ള കൺസംഷനിൽ വരുന്ന ചേഞ്ച്, നമ്മുടെ ഇൻകം കൂടെ കുറയുമ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺസംഷനിൽ വരുന്ന ചേഞ്ചാണ് ഈ ഇൻകം എഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഓൾവേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചീപ്പർ കൊമോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് കോസ്റ്റ്ലിയർ കൊമോഡിറ്റി. കൺസ്യൂമർ ഓൾവേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചീപ്പർ കൊമോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് കോസ്റ്റ്ലിയർ കൊമോഡിറ്റി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് എപ്പോഴും ചീപ്പർ കൊമോഡിറ്റിയാണ്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യും അല്ലേ, അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്യും അല്ലേ. ഫോർ എക്സാമ്പിൾ, വെൻ ദ പ്രൈസ് ഓഫ് ടീ ഫോൾസ്, ടീയുടെ പ്രൈസ് കുറയുകയാണെന്ന് വെച്ചാൽ സം പീപ്പിൾ മേ ഷിഫ്റ്റ് ദെയർ ഡിമാൻഡ് ഫ്രം കോഫി ടു ടീ. അപ്പോൾ ചിലവർ എന്ത് ചെയ്യും, ടീയുടെ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ കോഫിയുടെ പ്രൈസ് കൂടി നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ അത് കഴിക്കുന്ന ആൾക്കാർ നേരെ ടീയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. ആൻഡ് ദ ഡിമാൻഡ് ഫോർ ടീ ഇൻക്രീസസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ടീ, വൈസ് വേഴ്സി ഹാപ്പൻ ചെയ്യാം അല്ലേ. ടീയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ കോഫിയിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യാം. ദിസ് ഈസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ കോംപ്ലിമെൻ്ററി എഫക്റ്റ്. ഇതിനെ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ കോംപ്ലിമെൻ്ററി എഫക്റ്റ് എന്നുള്ളത്. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ ഗുഡ് ഫോർ അനദർ ബിക്കോസ് ഇറ്റ് ഹാസ് ബിക്കം റിലേറ്റീവ്ലി ചീപ്പർ ഈസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതായത് ശരിയല്ലേ, നമ്മളിപ്പോൾ എന്തായിരിക്കും, പാലിന് വില കൂടി കഴിഞ്ഞാൽ നമ്മൾ കട്ടൻ ചായ കുടിക്കും അല്ലേ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് അല്ലേ. അത് നമ്മൾ ഒന്നല്ലെങ്കിൽ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും നമ്മൾ വാങ്ങും എന്നാണ് പറയുന്നത് അല്ലേ. മിൽക്കിനേക്കാളും വില കുറച്ച് മിൽക്ക് പൗഡർ കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് വാങ്ങില്ല, നേരെ മിൽക്ക് പൗഡറിലേക്ക് എല്ലാവരും സ്വിച്ച് ഓവർ ചെയ്യും. അപ്പോൾ അതും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഹൈ പ്രൈസിൽ എപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡ് ലെസ്സായിരിക്കും. അത് കാരണമാണ് നമ്മൾ പറഞ്ഞല്ലോ, പ്രൈസ് കാണിക്കുന്നതും ഡിമാൻഡ് കാണിക്കുന്നതും തമ്മിലുള്ള രണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസുമാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യണതും അത് വരയ്ക്കുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിമാൻഡ് കേവ്, പ്രൈസ് എഫക്റ്റും ഈ പറഞ്ഞ ഡിമാൻഡ് കേവ് സ്ലോപ്പ് ഡൗൺ ചെയ്യാനുള്ള ഒരു കാരണമാണെന്നാണ് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് കൊമോഡിറ്റി. ഇഫ് എ കൊമോഡിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ സെവറൽ പർപ്പസസ്, ഇറ്റ്സ് ഡിമാൻഡ് വിൽ ബി എഫക്റ്റഡ് ബൈ എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് അല്ലേ. അപ്പോൾ ഇഫ് എ കൊമോഡിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ സെവറൽ പർപ്പസസ്, ഒരു കൊമോഡിറ്റി ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഡിമാൻഡ് വിൽ ബി അഫക്റ്റഡ് ബൈ എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അതിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ഇൻ പ്രൈസുമായിട്ട് ഡിപ്പെൻഡഡ് ആണ് അല്ലേ. കൊമോഡിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ, നോക്കി നോക്കുക, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ സെവറൽ യൂസസ്. If the price of the electricity increases, it will be used only for limited or more important purposes. Example, lighting only. If the price falls, it will be used freely for lighting, heating, cooking, drying, heating, എല്ലാത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഒരു സാധനം തന്നെ ഡിഫറെൻറ്റ് പർപ്പസിന് ഉപയോഗിക്കുകയാണ്, കൊമോഡിറ്റി തന്നെ ഡിഫറെൻറ്റ് പർപ്പസിന് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് റൈസും പ്രൈസ് ഡൗണും ഇതേപോലെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ബാധിക്കും അല്ലേ. അതും ഇതേപോലെ ഡിമാൻഡ് കേവ് സ്ലോപ്പ് ഡൗൺ ചെയ്യാനുള്ളൊരു കാരണമായിട്ടാണ് പറയുന്നത്. ദെൻ ടെൻഡൻസി ടു സാറ്റിസ്ഫൈ അൺസാറ്റിസ്ഫൈഡ് വാണ്ട്, അതായത് അൺസാറ്റിസ്ഫൈഡ് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി. എവറി പേഴ്സൺ ഹാസ് സം അൺസാറ്റിസ്ഫൈഡ് വാണ്ട്സ്. എല്ലാ വ്യക്തികൾക്കും ഒരു അൺസാറ്റിസ്ഫൈഡ് വാണ്ട്സ് ഉണ്ട്, ശരിയാണ്. എല്ലാ വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്ത ഒരാൾ, ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലേ. സപ്പോസ് ദ പ്രൈസ് ഓഫ് ആപ്പിൾ ഈസ് 100 most of the people have not purchased apple because of its high price. കാരണം എന്താണ്,
100 രൂപയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ 100 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങില്ല. സപ്പോസ് ദ പ്രൈസ് ഫോൾസ് ടു ₹30, ചിലപ്പോൾ ഇതേപോലെ 1 kgക്ക് 30 രൂപയൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും ചിലപ്പോൾ വാങ്ങാം അല്ലേ. നൗ ദീസ് പീപ്പിൾ വാണ്ട് ടു സാറ്റിസ്ഫൈ ദെയർ അൺസാറ്റിസ്ഫൈഡ് ബ്രാൻഡ്. അപ്പോൾ എന്ത് ചെയ്യും, ആപ്പിൾ കഴിക്കാത്ത ആൾക്ക് 30 രൂപ ഓറഞ്ച് മാത്രം അവൈലബിൾ ആണ്, 100 രൂപ ആപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആപ്പിൾ കഴിക്കാത്ത ആൾക്കാർ 30 രൂപയാക്കി കഴിഞ്ഞാൽ അവർ ആ ഒരു ആപ്പിൾ കഴിക്കാനുള്ള ടെൻഡൻസിയിലേക്ക് പോകും അല്ലേ. ദാറ്റ് ഈസ് ടു ഈറ്റ് ആപ്പിൾ. ഓക്കെ, ദിസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓഫ് ആപ്പിൾ. ഇത് ഇങ്ങനെ പ്രൈസ് ഫോളൻ ചെയ്തു 130 ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിമാൻഡ് നാച്ചുറലി ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ഓഫ് ദിസ് ടെൻഡൻസി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഇത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഈ ഒരു ടെൻഡൻസിയൊക്കെ കാരണമാണ് ഈ പറഞ്ഞ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺ ചെയ്യണമെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. രണ്ടാമത്തെ, ഇൻകം എഫക്റ്റ്. തേർഡ് വൺ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രൈസ് എഫക്റ്റ്, ഡിഫറെൻറ്റ് യൂസസ് ഓഫ് കൊമോഡിറ്റി, ടെൻഡൻസി ടു സാറ്റിസ്ഫൈ അൺസാറ്റിസ്ഫൈഡ് വൺ, ആൻഡ് ദ ലാസ്റ്റ്, that is the last one. Okay, tendency to satisfy unsatisfied wants.